ഇന്നും നല്ല ബ്യൂട്ടിഫുൾ പാർട്ടി വെയർ സാരീസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ വരുന്നത് കേട്ടോ. ഡിഫറെന്റ് ഫാബ്രിക്കിലാണ് സാരീസ് വരുന്നത്. ഞാൻ ജെബിൻ ഷഫീഖ്, വെൽക്കം ടു ക്ലൗഡ് ഡിസൈൻസ്. ഡീറ്റെയിൽ വീഡിയോ കണ്ടു നോക്കിയാലോ. സാരിയുടെ ബേസ് കളർ പറയുകയാണെങ്കിൽ പേൾ ക്രീം ആണ്. പേൾ ക്രീമിൽ നല്ല മൾട്ടി കളർ പാലറ്റിലെ ഫ്ലോറൽ ഡിജിറ്റൽ പ്രിന്റിലായിരിക്കും ബോഡി വരുന്നത്. അത് കൂടാതെ നല്ല പാറ്റേണിലാണ് ആ ഒരു സെൽഫ് കളറിൽ തന്നെയുള്ള ത്രെഡ് എംബ്രോയിഡറി ആണ് ബോർഡർ വരുന്നത് സാരി കേട്ടോ. പേൾ ക്രീമിൽ തന്നെയായിരിക്കും ആ ഒരു എംബ്രോയിഡറി വർക്കിലുള്ള ബോർഡർ വന്നിട്ട് എൻറ്റയർ സാരിയും ഈ ഒരു പാറ്റേണിലാണ്. ഫുൾ ആ ഒരു ഫ്ലോറൽ ഡിസൈൻസ് തന്നെയായിരിക്കും വരുന്ന സാരി. ഈ ഒരു പാറ്റേൺ ആണ്. സോഫ്റ്റ് സെമി സിൽക്ക് ആണ് സാരിയുടെ ഫാബ്രിക് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ പാറ്റേണിലാണ് സാരി വന്നിരിക്കുന്നത്. ഇതായിരിക്കും ആ ഒരു ബോർഡറിന്റെ ഡീറ്റെയിലിംഗ് ഇങ്ങനെയാ കേട്ടോ. പേൾ ക്രീമിൽ തന്നെയായിരിക്കും ഫുൾ ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് വരുന്നത് സാരിക്ക്. ഈ ഒരു പാറ്റേൺ വന്നിട്ട് ഒരു ഫ്ലോറൽ ഡിസൈൻസ് ആയിരിക്കും വരുന്നത്. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്, സോഫ്റ്റ് സിൽക്ക് ആണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. മുന്താണിയും ബോർഡർ എല്ലാം സെയിം പാറ്റേൺ തന്നെ, അതേ ആ ഒരു ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് തന്നെ കണ്ടിന്യൂ ചെയ്ത് പല്ലുവിൽ വരികയാണ്. ഈ ഒരു സ്റ്റൈലിലായിരിക്കും വരിക. റണ്ണിങ് ബ്ലൗസ് വരുന്നത് ഫ്ലോറൽ ഡിസൈൻ തന്നെ. ഈ ഒരു മൗ ടോൺ ഉണ്ടല്ലോ, മൗ വിത്ത് ഇൻഡിഗോ ബ്ലൂ ആണ് ആ ഒരു ഫ്ലോറൽ ഡിസൈൻ്റെ കോമ്പിനേഷൻ വരുന്നത്. അതിലൊരു മൗ ടോണിൽ തന്നെ ഫ്ലോറൽ ഡിസൈനിൽ തന്നെ ആയിരിക്കും പ്രിന്റഡ് ബ്ലൗസ് വരുന്നത് സാരിക്ക്. സെയിം ഫാബ്രിക്കും ഡിസൈനും എല്ലാം സെയിം തന്നെ വരുന്നത് കേട്ടോ. സോഫ്റ്റ് സിൽക്കിൽ പേൾ ക്രീം തന്നെ ആയിരിക്കും ബേസ് വരുന്നത്. ഇതിൽ ആ ഫ്ലോറൽ ഡിസൈൻസിന്റെ കോമ്പിനേഷനിൽ ചെറിയ വേരിയേഷൻ വരും. ഇൻഡിഗോ ബ്ലൂ തന്നെയാണ് കോമൺ ആയിട്ട് എല്ലാ സാരീസിലും വരുന്നത്. ഫസ്റ്റ് സാരിയിൽ ഇൻഡിഗോ ബ്ലൂ വിത്ത് മൗ ടോൺ ആയിരുന്നു. ഇതിൽ വരുമ്പോൾ ഇൻഡിഗോ ബ്ലൂവും നല്ലൊരു ബ്രൗണും ആണ് സാരിയുടെ കോമ്പിനേഷൻ വരുന്നത്. ആ ഒരു പാറ്റേൺ എല്ലാം സെയിം തന്നെ. ഫ്ലോറൽ ഡിസൈൻസ് എല്ലാം ഫുൾ ആ ഒരു എംബ്രോയിഡറി വർക്കിൽ തന്നെ ആയിരിക്കും വരുന്നത്. വളരെ ലൈറ്റ് വെയിറ്റ് ആട്ടോ. സോഫ്റ്റ് മെറ്റീരിയലാണ്, സോഫ്റ്റ് സിൽക്ക് ആണ്, ട്രാൻസ്പെറൻസി ഇല്ല സാരിക്ക്. മുന്താണി സെയിം സ്റ്റൈലിൽ തന്നെ അതേ ആ ഒരു ത്രെഡ് വർക്ക് തന്നെ ആയിരിക്കും പേൾ ക്രീമിൽ പല്ലുവിൽ വരുന്നത്. ഇതിന്റെ ബ്ലൗസ് വരുമ്പം ഫ്ലോറൽ ഡിസൈൻ ബ്രൗൺ ആയതുകൊണ്ട് ബ്രൗണിലായിരിക്കും ബ്ലൗസ് വരുന്നത്. പക്ഷേ ഈ ഒരു പ്രിന്റഡ് ബ്ലൗസിനേക്കാളും എപ്പോഴും നല്ലത് സെൽഫ് കളറിൽ പേൾ ക്രീം ബ്ലൗസ് നമ്മുടെ കയ്യിൽ കാണുമല്ലോ, പ്ലെയിൻ ക്രീം ബ്ലൗസ് ആയിരിക്കും സാരിക്ക് കൂടുതൽ ഭംഗി കേട്ടോ. നെക്സ്റ്റ് കളർ ഇൻഡിഗോ ബ്ലൂവും ഗ്രീനും കൂടിയുള്ള കോമ്പിനേഷനാണ് വരുന്നത്. ബേസ് വരുന്നത് പേൾ ക്രീം തന്നെ കേട്ടോ. അതുകൊണ്ട് തന്നെ പേൾ ക്രീമിൽ നല്ല നല്ല ബ്യൂട്ടിഫുൾ പാറ്റേണിലാണ് ആ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നത്. സാരിയുടെ ഒരു ബോർഡർ വരുന്നത് അതേ സ്റ്റൈലിൽ തന്നെ. മുന്താണിയും സെയിം പാറ്റേണിൽ തന്നെ ആയിരിക്കും വരുന്നത്. ഇതിൽ ഗ്രീനിലാണ് ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത്. നെക്സ്റ്റ് സാരി ഫാബ്രിക്കും പാറ്റേണും എല്ലാം എൻറ്റയർലി ഡിഫറെന്റ് ആട്ടോ. ഇത് വരുന്നത് സോഫ്റ്റ് ഓർഗൻസയാണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. ടിഷ്യൂ യാൺസ് കൂടി ബ്ലെൻഡഡ് ആയിട്ട് വന്നിട്ടുണ്ട് സാരിയിൽ. നല്ല സോഫ്റ്റ് കളർ പാലറ്റ്സിലാണ് എല്ലാ സാരീസും വരുന്നത് കേട്ടോ. ഫസ്റ്റ് വേണ്ട കളർ പറയുകയാണെങ്കിൽ ബേബി പിങ്ക് ആണ്. ബേബി പിങ്കിൽ ഫുൾ ബോഡിയിലും ആ ഒരു ഫോയിൽ മിറർ വർക്ക് ആണ് സാരിയിൽ വരുന്നത്. ഹൈലൈറ്റ് ചെയ്തത് ആ ഒരു ഫോയിൽ മിറർ വർക്ക് വെച്ചിട്ടാണ്. നമുക്കൊരു നൈറ്റ് ഫംഗ്ഷൻ എല്ലാം ഡ്രേപ്പ് ചെയ്യാവുന്ന നല്ല എലഗൻ പാർട്ടി വെയർ സാരീസ് ആണ്. വളരെ അഫോർഡബിൾ പ്രൈസ് റേഞ്ചിൽ വരുന്ന നല്ല ബ്യൂട്ടിഫുൾ കളക്ഷൻസിൽ ആ ഒരു സെൽഫ് ടോണിൽ തന്നെയായിരിക്കും ആ ഒരു ടാസിൽസും ആ ഒരു ഫോയിൽ മിറർ വർക്കിന്റെ ത്രെഡ് വർക്കും വരുന്നത് കേട്ടോ. സാരി ബോർഡർ ഇല്ല, വിത്തൗട്ട് ബോർഡർ ആണ് സാരി വരുന്നത്. ഫുൾ ലുക്ക് ഈ ഒരു സ്റ്റൈലിലായിരിക്കും വരുന്നത്. ഞാൻ ക്ലോസറിൽ കാണിക്കാം സാരി. ഈ ഒരു പാറ്റേണിലാണ് ബോഡിയിൽ ആ ഒരു ഫോയിൽ മിറർ വർക്ക് വരുന്നത്. സ്മോൾ മിറർ വർക്ക് കേട്ടോ സാരിയിൽ വരുന്നത്. ഇതിന് ബ്ലൗസ് നല്ല ബ്യൂട്ടിഫുൾ പാറ്റേണിലാണ് സാരിയുടെ ബ്ലൗസും വരുന്നത്. ഞാനിപ്പോൾ കോൺട്രാസ്റ്റ് ആയിട്ട് ബേബി പിങ്ക് ആയിട്ട് ഒരു വൈറ്റ് ബ്ലൗസ് ആണ് ഡ്രേപ്പ് ചെയ്തിരിക്കുന്നത്. നമുക്ക് കോൺട്രാസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് നമുക്ക് അങ്ങനെ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട് ബ്ലൗസിന്. അതല്ല ഇതിന്റെ കൂടെ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ പാറ്റേണിൽ ഫ്ലോറൽ ഡിസൈൻസിലാണ്. ഫ്ലോറൽ പാറ്റേണിൽ ബോഡി കംപ്ലീറ്റ് ഈ ഒരു പേസ്ലി മോട്ടീവ്സ് വന്നിട്ട് സ്ലീവിന്റെ പോർഷൻ വരുമ്പം ഈ ഒരു പാറ്റേണിലായിരിക്കും രണ്ട് സ്ലീവിലും വരുന്നത്. ബേബി പിങ്കിൽ തന്നെ സെൽഫ് കളറിൽ തന്നെയായിരിക്കും ആ ഒരു ഫ്ലോറൽ ഡിസൈൻസിലുള്ള വിത്ത് ബ്ലൗസ്. നെക്സ്റ്റ് സാരി വരുന്നത് ചിക്കു ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത് കേട്ടോ. നല്ല സോഫ്റ്റ് കളേഴ്സിലാണ് എല്ലാ സാരീസും വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ പാർട്ടി വെയർ സാരീസ് ആണ്. ഇതിന്റെ ബ്ലൗസും വരുന്നത് നല്ല എലഗൻ സ്റ്റൈലിലാണ് ബ്ലൗസ് വരുന്നത്. റണ്ണിങ് ബ്ലൗസും നല്ല പാറ്റേണിൽ തന്നെ വരുന്നത്. ഫുൾ ബോഡി അതേ ബാദല മിറർ വർക്ക്, റണ്ണിങ് പല്ലു, ഫ്ലോറൽ ഡിസൈൻസിൽ തന്നെയായിരിക്കും വിത്ത് ബ്ലൗസ് വരുന്നത്. അക്വാ ഗ്രീൻ ആണ്, നല്ലൊരു സീ ഗ്രീൻ ആട്ടോ നെക്സ്റ്റ് സാരിയുടെ കളർ വരുന്നത്. സീ ഗ്രീനിലും സെയിം സ്റ്റൈൽ ഫുൾ ബോഡി ബാദല മിറർ വർക്ക് വന്നിട്ട് വിത്തൗട്ട് ബോർഡർ, മുന്താണി, ബ്ലൗസ്. നെക്സ്റ്റ് കളർ പാലറ്റ് പറയുകയാണെങ്കിൽ ഒരു യെല്ലോ ബ്ലെൻഡഡ് ചിക്കു കേട്ടോ. ഡാർക്ക് ചിക്കു ടോണിൽ ഒരു യെല്ലോ ടിൻറ്റ് കൂടി വന്നിട്ടുണ്ട്. നല്ല ഒരു ആന്റിക് ഷെയ്ഡിലാണ് സാരിയുടെ ഒരു കളർ വരുന്നത്. ബാദല മിറർ വർക്ക്, പല്ലു, ബ്ലൗസ്. ബ്ലൗസ് ആണ് കേട്ടോ ഈ സാരീസിന്റെ മെയിൻ ഹൈലൈറ്റ്. നല്ലൊരു പാർട്ടി വെയർ മൂഡ് ക്രിയേറ്റ് ചെയ്യുന്നത് ആ ഒരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുമ്പോഴായിരിക്കും. ലാവൻഡർ ആണ് നെക്സ്റ്റ് കളർ വരുന്നത്. ലാവൻഡറിലും ബാദല മിറർ വർക്ക്, പല്ലു, ബ്ലൗസ്. നെക്സ്റ്റ് കളർ വീണ്ടും നല്ല സോഫ്റ്റ് കളർ പാലറ്റിലാണ് വരുന്നത്. ഒരു മെറ്റാലിക് ഗ്രേ ആണ് വരുന്നത്. ഒരു ലാവൻഡർ ടിൻറ്റഡ് ഗ്രേ ആട്ടോ. ലാവൻഡർ ടോൺ കൂടി വന്നിട്ടുണ്ട് ഇതിൽ ഗ്രേയിൽ. നല്ല പാറ്റേണിൽ തന്നെ അതേ ബാദല മിറർ വർക്ക്,
സ്റ്റൈലിഷ് ലുക്കിൽ തന്നെയായിരിക്കും സാരിയുടെ ബ്ലൗസും വരുന്നത്. ഈ ഒരു പാറ്റേണിലാണ്. നെക്സ്റ്റ് കളർ പിസ്ത ഗ്രീൻ ആണ് സാരിയുടെ ടോൺ വരുന്നത് കേട്ടോ. സെയിം സ്റ്റൈലിൽ തന്നെ അതേ മാതുല മിറർ വർക്ക് വിത്തൗട്ട് ബോർഡർ, റണ്ണിങ് പല്ലു, പ്രിന്റഡ് ബ്ലൗസ്. ഫ്ലോറൽ ഡിസൈൻസിൽ തന്നെ ആയിരിക്കും സ്ലീവിലും ബോഡിയിലും ആ ഒരു പാറ്റേൺ വരുന്നത്. ഇന്നത്തെ ബ്യൂട്ടിഫുൾ പാർട്ടി വെയർ സാരീസ് ആയിരുന്നു. ലാസ്റ്റ് സാരി വരുന്നത് അക്വാ ബ്ലൂ ആണ്, ഓഷ്യൻ ബ്ലൂ ആണ് സാരിയുടെ ടോൺ വരുന്നത് കേട്ടോ. പാറ്റേണും ഡിസൈനും എല്ലാം സെയിം തന്നെ. ഫുൾ ബോഡി ബാദല മിറർ വർക്ക് വന്നിട്ട് വിത്തൗട്ട് ബോർഡർ ആണ് സാരി വരുന്നത്. റണ്ണിങ് പല്ലു വിത്ത് പ്രിന്റഡ് ബ്ലൗസ്.